വിശദമായ വാർത്തകളിലേക്ക്. ഇടുക്കിയിൽ ശക്തമായ മഴ തുടരുന്നു. ജില്ലയുടെ വിവിധ മേഖലകളിൽ വ്യാപക നാശനഷ്ടം. അന്തർസംസ്ഥാന പാതകളിൽ അടക്കം മരം വീണും പാറക്കഷ്ണങ്ങൾ അടർന്നു വീണും ഗതാഗതം തടസ്സപ്പെട്ടു. ശക്തമായ മഴയെ തുടർന്ന് നിരവധി വീടുകളിൽ വെള്ളം കയറുകയും ഏക്കർ കണക്കിന് കൃഷി നശിക്കുകയും ചെയ്തു. ജില്ലാ ഭരണകൂടവും ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റിയും ജാഗ്രതാ നിർദ്ദേശവും പുറപ്പെടുവിച്ചിട്ടുണ്ട്. കഴിഞ്ഞ 2 ദിവസമായി പെയ്യുന്ന കനത്ത മഴയുടെ നേർചിത്രമാണിത്. മറയൂർ കരുമുട്ടി ഭാഗത്ത് ഒഴുക്കിൽപ്പെട്ട കാട്ടുപോത്തിന്റെ ജഡം ഉച്ചയോടുകൂടിയാണ് കണ്ടെത്തിയത്. ആറിന് കുറുകെ കടക്കാൻ ശ്രമിച്ചപ്പോൾ തെന്നി വീണതാവാനാണ് സാധ്യത. കാട്ടുപോത്തിന്റെ ശരീരം ആറിലേക്ക് ചെരിഞ്ഞു നിൽക്കുന്ന മരത്തിൽ കുടുങ്ങിയ നിലയിലാണ്. ഉടുമ്പൻചോല താലൂക്കിൽ അതിശക്തമായ മഴയാണ് ഇന്നലെ രാത്രി മുതൽ പെയ്തുകൊണ്ടിരിക്കുന്നത്. തൂക്കുപാലം മേഖലയിൽ വ്യാപകമായി വെള്ളം കയറി. വീടുകളിലും കിണറുകളിലും കൃഷിയിടങ്ങളിലും വ്യാപകമായാണ് വെള്ളം കയറിയത്. മേഖലയിൽ നിർമ്മാണം നടക്കുന്ന പാലങ്ങളിലും വെള്ളം കയറിയത് മൂലം നാശനഷ്ടമുണ്ടായി. കമ്പംമെട്ടിൽ സ്കൂൾ കുട്ടികൾ രക്ഷപ്പെട്ടത് തലനാരിഴയ്ക്കാണ്. കമ്പംമെട്ട് മഡോണ സ്കൂളിന്റെ ബസ് കുട്ടികളുമായി പോകുന്നതിനിടെ വൻമരവും വൈദ്യുതി പോസ്റ്റും ബസിനു മുമ്പിലേക്ക് കടപുഴകി വീഴുകയായിരുന്നു. ബസ് വേഗത്തിൽ ബ്രേക്ക് ചെയ്തതിനാൽ അപകടം ഒഴിവായി. പുലർച്ചെ 3 മണിയോടുകൂടിയാണ് ബംഗ്ലാദേശ് ബാലംപിള്ള സിറ്റി മേഖലകളിൽ വീടുകളിൽ വെള്ളം കയറി തുടങ്ങിയത്. നിർമ്മാണം നടത്തുന്ന കമ്പംമെട്ട് വണ്ണപ്പുറം സംസ്ഥാന പാതയിൽ നിന്നാണ് വെള്ളം കുത്തിയൊലിച്ചെത്തിയത്. ബാലൻപിള്ള സിറ്റി സ്വദേശിനി കോക്കനാർ പ്രീത സജി, വട്ടപ്പാറയിൽ തോമസ് എന്നിവരുടെ വീടുകളിലാണ് വെള്ളം കയറിയത്. ആവശ്യമെങ്കിൽ കുടുംബങ്ങളെ മാറ്റിപ്പാർപ്പിക്കുവാനുള്ള ഒരുക്കങ്ങൾ ആരംഭിച്ചതായി റവന്യൂ അധികൃതർ അറിയിച്ചു. റവന്യൂ അധികൃതരും പൊതുപ്രവർത്തകരും സ്ഥലത്തെത്തി. നെടുങ്കണ്ടം ഉടുമ്പൻചോല മേഖലകളിൽ മരപൊടിഞ്ഞു വീണ് കൃഷിയും നശിച്ചിട്ടുണ്ട്. മരം വീണും പാറ അടർന്നു വീണും അന്തർസംസ്ഥാന പാതകളിലടക്കം ഗതാഗതം തടസ്സപ്പെട്ടു. മരം വീണ് കുമിളി കമ്പം റോഡിലെ ഗതാഗതം 2 മണിക്കൂറോളം തടസ്സപ്പെട്ടു. ഇരുവശത്തും വാഹനങ്ങൾ നിരന്നു കിടന്നു. ശബരിമലയിലേക്ക് താൽക്കാലികമായി പോകുന്ന അയ്യപ്പ ഭക്തന്മാരുടെ വാഹനങ്ങൾ ഉൾപ്പെടെ മറ്റെല്ലാ ഗതാഗതവും കുമിളിയിൽ നിന്ന് കമ്പംമെട്ട് വഴി തിരിച്ചുവിട്ടു. ഇതേസമയം വൈകുന്നേരത്തോടുകൂടി കമ്പംമെട്ട് കമ്പം പാതയിലും വൻമരം വീണ് ഗതാഗതം മണിക്കൂറുകളോളം തടസ്സപ്പെട്ടു. ബോഡി ചുരം പാതയിൽ വൻ പാറക്കഷ്ണങ്ങൾ അടർന്നു വീണാണ് ഗതാഗതം തടസ്സപ്പെട്ടത്. ഇവിടെ ഭാഗികമായി മാത്രമാണ് ഇപ്പോഴും ഗതാഗതം പുനഃസ്ഥാപിച്ചിട്ടുള്ളത്. പാതയിലൂടെയുള്ള രാത്രി യാത്രയ്ക്ക് നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, ഉടുമ്പൻചോല.